ഹലോ വെൽക്കം ടു അനദർ ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗ്. ഇന്ന് ഭയങ്കരമായ സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ, നോർമൽ ഒരു ഡേ ആണ്. ഇന്നിൻ്റെ ഫ്രണ്ട് വരുന്നുണ്ട് കേട്ടോ. ലാസ്റ്റ് പോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു എസ്തെറ്റിക് മോർണിംഗ് വ്ളോഗിൻ്റെ റെസ്പോൺസ് ഭയങ്കരമായി എനിക്കുണ്ട്. ഇനി മുതൽ ഇൻഷാല്ല ഞാൻ ഓൾട്ടർനേറ്റ് ആയിട്ട് ഒന്നരാടായിട്ട് ഞാനിങ്ങനെ വീഡിയോസ് പോസ്റ്റ് ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ. പിന്നെ കോളേജും അക്കാഡമിക് സ്ട്രെസ്സും അങ്ങനത്തെ എക്സ്ട്രാ അൽക്കുലത്തെ ഐറ്റംസ് ഒന്നും ഇല്ലാത്തതിനെ കൊണ്ട് ഇപ്പോൾ വീഡിയോ എടുക്കാൻ കുറച്ചും കൂടി സുഖമാണ്. അതിലത്തെ കമൻറ്റ്സ് വായിച്ച് നോക്കിയപ്പോഴാണ് പഠിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും ഇത്രയ്ക്ക് ഇഷ്ടമാണ് അങ്ങനത്തെ വ്ളോഗ്സ് നിങ്ങൾക്ക് മനസ്സിലായത്. അറിഞ്ഞില്ല, ആരും പറഞ്ഞില്ല. ഇപ്പോൾ കുറച്ച് ദിവസം ഞാൻ മാക്സിമം എൻ്റെ ഡേ ഒന്ന് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുകയാണ് കേട്ടോ. റൊട്ടീനൊക്കെ ബിൽഡ് ചെയ്തിട്ട് കുറച്ചും കൂടി നേരത്തെ എഴുന്നേറ്റ് കുറച്ചും കൂടി ആക്ടിവിറ്റീസ് ഇൻവോൾവ് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. ആൻഡ് അൽഹംദുലില്ലാ ഇതുവരെ നല്ലതായിട്ട് പോകുന്നുണ്ട്. ഒറ്റയടിക്ക് ഒരു രാത്രി കൊണ്ട് നമ്മളങ്ങനെ നന്നായില്ലേ, അതങ്ങോട്ട് ശരിയാവില്ല. നമ്മൾ ഡേ ബൈ ഡേ കുഞ്ഞു കുഞ്ഞു സ്റ്റെപ്സ്, ബേബി സ്റ്റെപ്സ് എടുത്തിട്ട് പിന്നെ അത് എന്താ പറയുക കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകുമ്പോഴേ അതിനൊരു കണ്ടിന്യൂറ്റി ഉണ്ടാവുള്ളൂ. ഓരോ ദിവസം തന്നെ നമ്മൾ വലിയൊരു സ്റ്റെപ്പ് എടുത്തു കഴിഞ്ഞാൽ അത് സെറ്റാവില്ല. രാവിലെ നീറ്റ് നമ്മൾ ബ്രഷ് ചെയ്യലും പിന്നെ മുഖം ഒന്ന് കഴുകി കഴിഞ്ഞാൽ പിന്നെ വയറ് നിറച്ച് ഞാൻ വെള്ളം കുടിക്കും. എല്ലാ വ്ളോഗ്സിലും ഞാനിത് പറയുന്ന കാര്യമാണ് കേട്ടോ. എന്താ പറയുക, ഇത് ഞാൻ ഈ ബോട്ടിൽ കിട്ടിയതിൻ്റെ ശേഷമാണ് ഞാൻ ഇങ്ങനെ വെള്ളം കുടിക്കാനായിട്ട് തുടങ്ങിയത്. നമ്മുടെ ഉള്ളിലെ അവയവങ്ങളൊക്കെ നമുക്കൊന്ന് ഉണർത്തണമല്ലോ. പിന്നെ മാത്രമല്ല പിമ്പിൾസൊക്കെ നല്ലോണം പോകും കേട്ടോ. നല്ലൊരു എന്താ പറയുക ഗ്ലോ ഉണ്ടാക്കും നമ്മളിങ്ങനെ രാവിലെ വെറും വയറ്റിൽ കുറേ വെള്ളമൊക്കെ ഇങ്ങനെ കുടിച്ചാൽ നല്ലതാണ് നമ്മളെ ബോഡിക്ക്. പിന്നെ ഞാൻ അങ്ങനെ ഇങ്ങനെ തിരിഞ്ഞു നോക്കാതെ കുറച്ച് പ്ലാന്റ്സ് ഉണ്ട് എൻ്റെ ബാൽക്കണിയിൽ. സംഭവം എൻ്റെ ഒപ്പാണ് ജീവിക്കുന്നത് എന്നുണ്ടെങ്കിലും എൻ്റെ അമ്മേനെ വില നോക്കല്. ആടിലും കൊല്ലത്തിൽ മാത്രമേ ഞാൻ വിലക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കലുള്ളൂ. നമ്മൾ വീട്ടിലേക്ക് വന്ന സമയത്ത് എൻ്റെ മകൾക്ക് ഭയങ്കര ചെടിപ്രാന്തായിരുന്നു. കാരണം നമ്മൾ ബാൽക്കണി ഇങ്ങനെ ഒഴിഞ്ഞെടുക്കണ കാണുമ്പോൾ വല്ലാത്തൊരു കൈൻഡ് ഓഫ് എന്താ പറയുക ഒരു ഇരുവിരി ഉണ്ടാവുമല്ലോ. അങ്ങനെ ഇമ്മാൻ്റെ പുലിയിൽ ഇമ്മ കുറേ പ്ലാന്റ്സ് വാങ്ങി. കോഴിക്കോട് നിന്ന് വരെ പ്ലാന്റ്സ് വലിച്ചു കൊണ്ടുവന്ന ചരിത്രമുണ്ട്. പിന്നെ എന്താക്കി 3-ാമത്തെ ദിവസം അത് വന്ന് വാടും. അപ്പോൾ പിന്നെ അമ്മാൻ്റെ പുലിയോട് മാറി. അതോട് കൂടിയിട്ട് എൻ്റെ അമ്മ ചെടിപ്പരിപാടി അങ്ങോട്ട് നിർത്തി. പിന്നെ അങ്ങോട്ട് ചെടി എന്ന് പറഞ്ഞിട്ട് ഒരു കമാന്നൊരു അക്ഷരം വേണ്ടിയിട്ടില്ല. പക്ഷേ ചിലതൊക്കെ നല്ല അടിപൊളിയായിട്ട് വളരുന്നുണ്ട് കേട്ടോ. ആൻഡ് എന്താ പറയുക നല്ല പോസിറ്റീവ് എനർജിയാണ്. നമ്മളെ സറൗണ്ടിങ്സിൽ കുറച്ച് പ്ലാന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ സെറ്റാണ്. ഇനി നെക്സ്റ്റ് പ്ലാൻ ഇന്നത്തെ ഡേ നമ്മൾ പ്ലാൻ ചെയ്യാനായിട്ട് പോവാണ്. ഇതിൽ ഞാൻ ശരിക്കും പ്ലാൻ ചെയ്യുന്നത് എന്തൊക്കെ ഞാൻ ഷൂട്ട് ചെയ്യണം, ഏതൊക്കെ വീഡിയോസ് ഞാൻ ഇന്ന് എഡിറ്റ് ചെയ്യും. എൻ്റെ ഒരു ഡേ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഷൂട്ടിങ് എഡിറ്റിംഗ് ഈ ഒരു പരിപാടിയാണ് നടന്നുകൊണ്ട്. ഇത് ഞാൻ എവിടെയെങ്കിലും ഒന്ന് എഴുതി വെച്ചിട്ടില്ല, അല്ലെങ്കിൽ നല്ലോണം എൻ്റെ മൈൻഡിൽ അത് ഫീഡ് ചെയ്യണം, അല്ലെങ്കിൽ ഞാനത് മറന്നു. അല്ലെങ്കിൽ 2 മണിയാകുമ്പോൾ ഞാനിങ്ങനെ അന്തം വിട്ട് ഇങ്ങനെ നോക്കിയിരിക്കും, പഠിച്ചവന് ഇന്ന് വീഡിയോ ഇല്ലല്ലോ എന്ന്. എല്ലാ ദിവസവും നമ്മൾ 2 മണിക്കാണല്ലോ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്യാന്നുണ്ടെങ്കിൽ എല്ലാതും സ്മൂത്തായിട്ട് നടക്കും. ഞാൻ കഴിഞ്ഞ വ്ളോഗ്സിൽ പറഞ്ഞ പോലെ നമ്മൾ എന്ത് ജോലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ പഠിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്ലാൻ ചെയ്ത് ഇങ്ങനെ ടു ഡു ലിസ്റ്റ് ഒക്കെ സെറ്റ് ചെയ്താൽ ഒന്നും കൂടി നമുക്ക് സ്മൂത്തായിട്ട് ഓർഗനൈസ് ചെയ്ത് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇന്ന് രാവിലെ ചെറുതായിട്ട് വൈകി എണീറ്റത് കൊണ്ടും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനൊരു ആഗ്രഹമില്ല, എന്നാൽ കുറച്ച് ലഞ്ച് ആവുന്നുണ്ട്. അപ്പം ഞാനൊരു ചെറിയൊരു യോഗട്ട് ബൗൾ ഉണ്ടാക്കിയിട്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് വളരെ കുറവാണ്. ഒരു ദോശയും സാമ്പാറും കഴിച്ചിട്ട് കുറേ ആയിട്ടുണ്ട്. ഇവിടെ ഉണ്ടാക്കും, പക്ഷെ ഞാൻ കഴിക്കൂല. എനിക്ക് രാവിലെ എണീറ്റാൽ എന്താ സ്വീറ്റ് ആയിട്ട് എന്തെങ്കിലും കഴിക്കാനായിട്ട് തോന്നൽ. അപ്പോൾ ഇന്ന് 2 ഫ്രൂട്ട് യോഗേർട്ട് ഉണ്ടായിരുന്നു, സ്ട്രോബെറി യോഗേർട്ട് ഉണ്ടായിരുന്നു. പിന്നെ അതിലേക്ക് കുറച്ച് ചിയാ സീഡ്സും പിന്നെ കുറച്ച് ഡേറ്റ്സും ആൽമണ്ട്സൊക്കെ ഇട്ട് ഒന്ന് ഹെൽത്തി ആക്കിയിട്ടുണ്ട്. സംഭവം ഫ്രൂട്ട് യോഗേർട്ടാണ്, ചെറിയ ഷുഗറൊക്കെ ഉണ്ടാകും, എന്നാലും കുറച്ച് ഹെൽത്തി ആക്കാം. ഇനി നമുക്ക് കുളിക്കാം. എനിക്ക് കുളിച്ച് കഴിഞ്ഞാലാണ് ഞാനൊന്നും ഉണരുള്ളൂ. ശരിക്കും ഞാനൊന്നും ഉണരുള്ളൂ. അല്ലെങ്കിൽ ആടി നടക്കുകയായിരിക്കും ഈ വീട്ടിൽ കൂടെ. തലയിൽ കുറച്ച് തണുത്ത വെള്ളം അങ്ങോട്ട് വീണ് കഴിഞ്ഞാൽ അവിടെ ഉണരും. പിന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാനും ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും. ഞാൻ കോളേജിൽ പോകുന്ന ടൈം ഉണ്ടല്ലോ, അധിക ദിവസവും എന്നല്ല, ഓൾമോസ്റ്റ് എല്ലാ ദിവസവും ഞാൻ രാവിലെ തല നനച്ചിട്ട് ഞാൻ ഇവിടുന്ന് പോകുള്ളൂ. തള്ളാന്ന് കുറച്ച് ആൾക്കാരും തോന്നുന്നുണ്ടാകും, പക്ഷെ സത്യമാണ്. തല നനക്കാതെ പോയില്ലെങ്കിൽ ഭയങ്കര ഒരു ഉന്മേഷക്കുറവ്, ഒരു ചൂടെടുക്കലും എന്തെല്ലാം മാതിരിയാണ്, ഒരു സുഖം കിട്ടൂല. അപ്പോൾ രാവിലെ നീറ്റ് തല നനച്ച് പോയാൽ പിന്നെ അങ്ങോട്ട് എല്ലാ കാര്യങ്ങളും നല്ല ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഈ നടക്കുന്ന സംഭവം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ അമ്മ അടുക്കളയിൽ പാത്രം കഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഡ്രസ്സിലായി, അപ്പോൾ അത് ഇസ്തിരിടാണ്. ഇട്ട ഡ്രസ്സ് കൊണ്ടാണ് കേട്ടോ ഇസ്തിരിടുന്നത്, അല്ലാതെ ഉരീച്ചല്ല. എൻ്റെ അമ്മേൻ്റെ ബുദ്ധി അത് വിമാനമല്ല, റോക്കറ്റും അല്ല, ഇത് ഇനിയിപ്പോൾ മിസൈലാണോ? അതുക്കും മേലെ വല്ലതായിരിക്കും. അങ്ങനെ പിന്നെ ഉച്ചക്കായപ്പോഴേക്കും എൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ട്, എൻ്റെ ഷംനുമായിട്ട് വന്നിട്ടുണ്ടെന്നുള്ള നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എല്ലാവർക്കും ഷംനുവിനെ അറിയുന്നുണ്ടാകും വീഡിയോസിലൊക്കെ കണ്ടിട്ട്. അപ്പം ഞാൻ വന്ന ആ ഒരു ഇതിൽ ഞാൻ വീഡിയോസൊന്നും എടുത്തിട്ടില്ല, മറന്നുപോയി, അതിൻ്റെ കാര്യം ഞാൻ വിട്ടുപോയി. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നു. അപ്പോൾ ഇന്ന് ഒരു നാടൻ നോർമൽ ചോറും കറിയും ഒക്കെയാണ് കേട്ടോ. ചോറും പരിപ്പ് കറിയും പിന്നെ മുട്ട പൊരിച്ചത്, പപ്പടം, ചിക്കൻ പൊരിച്ചതൊക്കെ ആയിരുന്നു കേട്ടോ. അവൾ 3 ദിവസമായിട്ട് വരാ പറഞ്ഞ് നിൽക്കുകയായിരുന്നു കേട്ടോ. ഓരോ ദിവസം ഓരോ തിരക്കായിട്ട് ഇന്നാണ് വന്നത്. ഇന്ന് ഞാൻ പറഞ്ഞു, ഇനി വന്നില്ലെങ്കിൽ പിന്നെ ഈ വഴിക്ക് വരേ വേണ്ട എന്നുള്ളത്. വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു മൂലക്കലായിരുന്നു, വർത്തമാനമായിരിക്കും. എന്താ പറയുക, ഞങ്ങളങ്ങനെ
ഞങ്ങൾ എല്ലാ ഫ്രണ്ട്സും, ഞാൻ അധികം ഫ്രണ്ട്സായിട്ട് ഫോണിൽ കൂടെ ഉള്ള ഒരു ഇതില്ല കേട്ടോ, കുറവായിരിക്കും. ഞാൻ നേരിട്ട് കാണുമ്പോൾ നല്ല സംസാരിക്കും, പക്ഷെ ഫോണിൽ കൂടെ അല്ലെങ്കിൽ ടെക്സ്റ്റിങ് കൂടെ ഭയങ്കര കുറവാണ്. പിന്നെ ഉച്ചക്കായപ്പോഴേക്കിന് ഓൾക്ക് ചെറിയൊരു ഉറക്കം വരുന്നത് പറഞ്ഞപ്പോൾ ഞാനൊരു കോഫി ഉണ്ടാക്കി കേട്ടോ. അല്ലാതെ ഞാൻ കോഫി ഉണ്ടാക്കാനായിട്ട് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം എൻ്റെ ഫുഡ് എൻ്റെ ഫ്രണ്ട്സ് അങ്ങനെ കഴിച്ചിട്ടേ ഇല്ല. എന്താ പറയുക, ഞാൻ ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴൊന്നും എനിക്കങ്ങനെ വേറെ ആൾക്ക് ഉണ്ടാക്കി കൊടുക്കാനുള്ള സാഹചര്യം കിട്ടിയിട്ടില്ല. അപ്പോൾ പഠിച്ചോനെ പാളി പോവല്ലേ എന്ന് മനസ്സിൽ വിചാരിച്ചിട്ടാണ് ഈ സംഭവം ഉണ്ടാക്കിയത്. പക്ഷേ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഒക്കെ നല്ല ഇഷ്ടമായി കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്താ പറയുക, ഉണ്ടാക്കുന്നതിനേക്കാട്ടിൽ ഓല് നല്ല കോംപ്ലിമെൻറ്റ് തരുമ്പോൾ പിന്നെ ഉണ്ടാക്കാൻ നമുക്കൊരു ഇതുണ്ടല്ലോ. നമുക്ക് വീണ്ടും വീണ്ടും ഫുഡ് ഉണ്ടാക്കാൻ, അത് സെർവ് ചെയ്യാനും നമുക്ക് വീണ്ടും ഇൻട്രസ്റ്റ് കൂടും. നമുക്ക് നല്ല കോംപ്ലിമെൻറ്റ്സും നല്ല സജഷൻസൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ. പിന്നെ എനിക്ക് ആകെപ്പാടെ ഒരു വീട്ടിൽ ചെയ്യുന്ന ഒരു ജോലിയിൽ എനിക്ക് ഇഷ്ടം കുക്കിംഗ് മാത്രമാണ് കേട്ടോ. എനിക്ക് ക്ലീനിങ് ഇഷ്ടമല്ല, പാത്രം കഴുകുന്നത് ഇഷ്ടമല്ല, അത് അടിച്ച് വാരി തുടക്കുന്നത് ഇഷ്ടമല്ല. ഇങ്ങനത്തെ ഈ പണികളൊന്നും എനിക്കിഷ്ടമല്ല. അതേമാതിരി കബോർഡിൽ ഡ്രസ്സ് മടക്കി വെക്കുക, ഇതൊന്നും എനിക്കിഷ്ടമല്ല. പക്ഷെ ഞാൻ നല്ല ഇഷ്ടപ്പെട്ട് ആസ്വദിച്ച് ചെയ്യുന്ന ഒരു പണി അത് കുക്കിംഗ് മാത്രമാണ്. അത് എത്ര വേണേലും ചെയ്യും. ഞാൻ നല്ല ടൈം എടുത്തിട്ടാട്ടോ ഒരു ഫുഡ് ഉണ്ടാക്കൽ, നല്ല ടൈം എടുക്കും. അത് എൻ്റെ അമ്മ എപ്പോഴും പറയുന്ന ഒരു കാര്യം, ഞാൻ രാവിലെ ഒരു ഫുഡ് ഉണ്ടാക്കാൻ കയറിയാൽ അത് വൈകുന്നേരം ആകും അത് റെഡി ആക്കണമെന്നുണ്ടെങ്കിൽ, പിന്നെ അടുക്കള മറിച്ചിടും അങ്ങനെയൊക്കെ പറയും. പക്ഷെ എന്താ പറയുക, ഭയങ്കര ഇഷ്ടം നമുക്ക് ചെയ്യാൻ. അതേമാതിരി ഉള്ളി അരി ഞാൻ മെല്ലെ അരിയല്ലോ, എല്ലാ കാര്യത്തിലും ഞാൻ സ്ലോ ആണ്. പക്ഷെ എന്താ ഇഷ്ടമാണ് ചെയ്യാനായിട്ട്. അത് മാത്രമല്ല, ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് വായിൽ വെക്കാൻ പറ്റാത്ത കോലത്തിലൊന്നും ആക്കൂല, കഴിക്കാൻ പറ്റാത്ത കോലത്തിൽ ഞാൻ ആക്കുള്ളൂ. അങ്ങനെ ഞങ്ങൾ കോഫിയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ഒരു 3-4 മണി ആ ടൈമൊക്കെ ആയപ്പോഴേക്കിനും ഞാൻ ലോഡഡ് ഫ്രൈസ് ഉണ്ടാക്കി കേട്ടോ. ഇവിടെ ഫ്രൈസും ഉണ്ടായിരുന്നു, പിന്നെ ചിക്കൻ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു, ചീസും ഉണ്ടായിരുന്നു. അപ്പോൾ ഒക്കെ കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഒരു ലോഡഡ് ഫ്രൈസ് അങ്ങനെ സെറ്റാക്കി. ഈ ലോഡഡ് ഫ്രൈസിന് ശരിക്കും ഇത് പ്രത്യേക അളവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഫ്രൈസും ഫ്രൈഡ് ചിക്കനും ചീസും പിന്നെ തന്തൂരി സോസ് ഇട്ടിട്ടുണ്ട്. അത് ഓപ്ഷനാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഇനി വേണമെന്നുണ്ടെങ്കിൽ മയോണീസ് ആഡ് ചെയ്യും. എനിക്ക് മയോണീസ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ മയോണീസ് ആഡ് ചെയ്യില്ല. പിന്നെ കെച്ചപ്പും ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാതും സെറ്റ് ചെയ്തിട്ട് മേലെ കുറച്ച് മൊസറല്ല ചീസും ആഡ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റ് മൈക്രോവേവ് ചെയ്താൽ നല്ല അടിപൊളി ചീസി ചിക്കൻ ലോഡഡ് ഫ്രൈസ് നമുക്ക് സെറ്റ് ആയിട്ട് കിട്ടും. എനിക്കിങ്ങനെ ലാസ്റ്റ് മിനിറ്റ് തട്ടിക്കൂട്ടാൻ മാത്രമേ അറിയുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഇന്ന് ഞാനൊരു റെസിപ്പി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് എന്നോട് പിന്നെ ഉണ്ടാക്കാൻ പറഞ്ഞാൽ ഞാനത് മറന്നു പോയിട്ടുണ്ടാക്കും. പിന്നെ ഞാൻ കയ്യിൽ നിന്ന് എടുത്ത് എന്താ പറയുക, എനിക്ക് തോന്നുന്ന പോലെ ഞാനത് ഉണ്ടാക്കും. പക്ഷെ അതും വയൽ വെക്കാൻ പറ്റും, വെക്കാൻ പറ്റാത്ത കൊല്ലത്തിൽ നമ്മൾ ആക്കൂല. പിന്നെ വേറൊരു കാര്യം പറയാൻ മറന്നു. ഇത് നമ്മൾ ഒറിഗാനും കൂടി മേലെ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കും കേട്ടോ. കുറച്ച് ജസ്റ്റ് ഒരു പിഞ്ച് ആഡ് ചെയ്താൽ മതി. നല്ലൊരു ഫ്ലേവറായിട്ടോ അത് ആഡ് ചെയ്യുമ്പോൾ. കൂടിപ്പോയാൽ വയൽ വെക്കാൻ കൊള്ളില്ല. ഓക്കെ, അതുണ്ടാക്കി കൊടുത്തപ്പോൾ നമുക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴും നമുക്ക് വീണ്ടും ഒരു പ്രചോദനമായി കുക്ക് ചെയ്യാനായിട്ട്. ഇനി നമ്മൾ പുറത്ത് പോകാൻ കേട്ടോ. ജസ്റ്റ് ഒന്ന് കഫേയിലൊക്കെ പോയി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ ഒന്ന് തെറ്റിദ്ധരിയാനാണ് അപ്പോൾ നമ്മൾ പോകുന്നത്. ഈ ചൂടത്ത് പുറത്ത് ഇറങ്ങുമ്പോൾ സൺസ്ക്രീൻ അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു റെഡ് ഡ്രസ്സ് ഞാൻ ഇടുമ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ എനിക്കൊരു പ്രിൻസസ് ഫീലാണ്. ഐ ഡോണ്ട് നോ വൈ. ഒന്നാമത് ഈ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിൻ്റെ മെറ്റീരിയലും ഇത് സ്റ്റിച്ച് ചെയ്തൊരു ഡ്രസ്സാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഈ ഡ്രസ്സ്. ഇത് മെയിനായിട്ട് ശരിക്കും ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്നവർക്ക് കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വേണ്ടി മാത്രമാണ്. ഒരു 100 ഫോട്ടോസ് എടുത്താൽ അതിൽ 1-2 ഫോട്ടോ മാത്രമേ ഉള്ളൂ പറ്റുള്ളൂ. അങ്ങനത്തെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടാവില്ല നിങ്ങളുടെ കൂട്ടത്തിൽ. ആ കൂട്ടത്തിൽ ഒരു ഫ്രണ്ടാണ് ഇതും. ഷംനൻ്റെ ഏറ്റവും സീരിയസ് എക്സ്പ്രഷനാണ് കേട്ടോ കാണുന്നത്. അങ്ങനെ പോയി ഞങ്ങൾ പ്ലാനറ്റ് കഫേൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ശരിക്കും ഏത് കഫേയിലാണ് നല്ല ഫോട്ടോ സ്പോട്ട് ഉള്ളത് എന്ന് നോക്കിയിട്ടാണ് നമ്മൾ കഫേ ചൂസ് ചെയ്തത്. പിന്നെ അവിടെ കയറിയിട്ട് ഞങ്ങളൊരു എന്താ പറയുക ചോക്ലേറ്റ് കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഷംന ഭയങ്കര ചോക്ലേറ്റ് ഫാനല്ല, പക്ഷെ ഞാൻ ഭയങ്കര ചോക്ലേറ്റ് ഫാനാണ്. പിന്നെ മാത്രമല്ല ഷുഗർ കട്ടിലൊക്കെയാണ് കേട്ടോ പറഞ്ഞത്. പക്ഷെ എൻ്റെ വീട്ടിൽ വന്നാൽ ആ കാര്യമൊന്നും നടക്കില്ല, ഞാൻ നല്ലോണം തീറ്റിക്കും. പിന്നെ എൻ്റെ വീഡിയോസൊക്കെ കാണുമ്പോൾ ഫ്രണ്ട്സിനൊപ്പം പോകുമ്പോൾ ഉള്ള വീഡിയോസിലൊക്കെ ഞങ്ങൾക്ക് കുറേയൊക്കെ ഫ്രണ്ട്സ് ഇല്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സൊന്നുമില്ല, വിരലിൽ എണ്ണാവുന്ന അത്രയും ഫ്രണ്ട്സ് എനിക്കുള്ളൂ. വളരെ ചെറുതായിട്ട് എൻ്റെ സർക്കിൾ എന്ന് പറയുന്നത്. ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മളെ മനസ്സിലാക്കാൻ ഒരുപാട് ആൾക്കാരൊന്നും വേണ്ട, ഒരാൾ ലൈഫിൽ ഉണ്ടെങ്കിൽ തന്നെ അത് വലിയ കാര്യമാണ്. അൽഹംദുലില്ലാ. അപ്പോൾ എൻ്റെ കൂടുതലുള്ള ഫ്രണ്ട്സ് പറഞ്ഞാൽ എൻ്റെ സങ്കടം കണ്ടിട്ടുണ്ട്. അതേപോലെ എൻ്റെ സന്തോഷങ്ങളിൽ ഞാൻ എന്താ പറയുക 100K ആയി എന്ന് അറിയുന്നതിന് മുന്നേ തന്നെ അറിഞ്ഞിട്ടുണ്ട്. നമ്മളുടെ സക്സസ്സിൽ നമ്മളെക്കാട്ടിലും കൂടുതൽ സന്തോഷിക്കുന്ന സെലിബ്രേറ്റ് ചെയ്യുന്ന ഫ്രണ്ട്സ് ഉണ്ടാവുമല്ലോ, അതാണ് എൻ്റെ വീഡിയോസിൽ കാണുന്ന വളരെ ചെറിയ സർക്കിൾ എന്ന് പറയുന്നത്. എൻ്റെ വീഡിയോസിൽ സ്ഥിരം വരുന്ന ആൾക്കാരില്ലേ, ഓലാണത്. അപ്പോൾ പറഞ്ഞ് നമ്മൾ ബാംഗ്ലൂർ ജ്യൂസിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമ്മളൊരു ചില്ലി സോഡ ആയിട്ട് ഓർഡർ ചെയ്തത്, ഭയങ്കര കാര്യത്തിൽ ഓർഡർ ചെയ്തതാണ്. പക്ഷേ
എന്താ നല്ല ഏരിയയും ഒക്കെ ആയിരുന്നു. ഓക്കെ ആയിരുന്നു കേട്ടോ സംഭവം. ഞങ്ങളൊരു മൊജിറ്റോ വൈബ് കിട്ടുമെന്നാണ് വിചാരിച്ചത്, പക്ഷേ ആ ഒരു വൈബ് കിട്ടിയില്ല. പിന്നെ അതിനിടയിൽ ചെറിയൊരു ചെറീസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കട നൽകിക്കൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് എനിക്കത് കിട്ടി. പക്ഷേ ഈ ഒരു മാംഗോ ബൾബ് ഉണ്ടല്ലോ, ഇത് അടിപൊളിയാണ് പറഞ്ഞാൽ അടിപൊളി സംഭവമാണ്. ഞാനിത് ഞങ്ങൾ രണ്ടാളും കൂടി ഷെയർ ചെയ്ത് കഴിച്ചിട്ടുള്ളതായിരുന്നു കേട്ടോ. ഓള് കുറച്ചേ കഴിക്കുള്ളൂ, ഓൾക്ക് ഭയങ്കര ഷുഗർ ഒന്നും ഓള് കഴിക്കൂല. എന്നിട്ട് ഇത് കഴിച്ചിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാനത് ഉമ്മക്ക് പാർസൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടുന്ന് പിന്നെ ഞാനും ഓളും കൂടിയിട്ട് ജാം ജൂമിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ചീസും പിന്നെ എന്താ പറയുക കുറച്ച് ഫ്രൈസ് ഉണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ. അപ്പോൾ നമുക്ക് ഒന്നുകൂടി ലോഡഡ് ഫ്രൈസ് ഉണ്ടാക്കണം. അതിനിപ്പോൾ രാത്രി എപ്പോഴേലൊക്കെ ആയിട്ടുണ്ടാക്കും. അങ്ങനെ ചീസും പിന്നെ അവിടുന്ന് ആൽമണ്ട്സും കുറച്ച് നട്ട്സും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. ചോക്ലേറ്റ് സെക്ഷനിലെത്തിയപ്പോൾ ഷംന പറഞ്ഞെന്താ പറയുക, ഷംന ചോക്ലേറ്റ് വേണം എനിക്ക്. ഓൺലി പുച്ഛം, ഷുഗർ കട്ട് എന്ന് പറഞ്ഞിരിക്കണം എല്ലാവരും പുച്ഛം മാത്രം. അല്ല, ഞാൻ പണ്ട് കുറേ ഇതിൻ്റെ ബാക്കിൽ നടന്നതാണ്. അല്ല, പക്ഷെ ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്നലെ വന്നപ്പോൾ ഞാൻ കുറേ ഷുഗർ തീറ്റിച്ചു. വല്ലാത്തൊരു മനസ്സുകയായിരുന്നു ഒരാൾ ഡയറ്റ് കളാക്കിയപ്പോൾ. ഇനിയിപ്പോൾ സംഭവം നമ്മളൊന്നും വാങ്ങിയിട്ടില്ലെങ്കിലും ഇതിൽ കൂടെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ നടക്കാന്ന് പറയുന്നത് അത് നിർബന്ധമുള്ളൊരു കാര്യമാണ്. പിന്നെ ഷംനിന് വീട്ടിൽ പോകാൻ നേരമായപ്പോൾ നമ്മൾ ബില്ല് ചെയ്തു. ഓളൊപ്പം പോയാണ്ടല്ലോ ഓളെ ഇതിൻ്റെ അൺപെയ്ഡ് വീഡിയോഗ്രാഫറായിട്ട് മാറും കേട്ടോ. എനിക്കാണെങ്കിൽ കുറേ എടുത്തരും ചെയ്യും കേട്ടോ. ഇനി നമ്മൾ തിരിച്ച് വീട്ടിൽ തന്നെ പോവാണ് കേട്ടോ. വീട്ടിലെത്തിയിട്ട് ഓളുടെ ചാവിയും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ടുണ്ടായിരുന്നു. ഇനി ഇതിനെ ബസ് കയറ്റി വിടണം. എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 10 മിനിറ്റ് ദൂരമല്ലോ കേട്ടോ ഓളെ വീട്ടിലേക്ക്. അങ്ങനെ ഓളെ പറഞ്ഞതിന് ശേഷം നമ്മൾ കുറേ കഴിഞ്ഞിട്ട് ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് പുറത്ത് പോയിട്ടുള്ളതാണ് കേട്ടോ. ദിസ് ഈസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് സ്പോട്ട് ഇൻ മലപ്പുറം. കയറിയപ്പോൾ തന്നെ തീയും പൊക്കെയൊക്കെയാണ്. എനിക്ക് സംഭവം ട്രൈ ചെയ്യണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ എനിക്ക് അതിന് മാത്രം ധൈര്യമൊന്നുമില്ല. തീ കൊണ്ടുള്ള കളി ആയതുകൊണ്ട് നല്ല ഫുഡ് നല്ല അഫോർഡബിൾ പ്രൈസിന് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോകുന്നോളൂ കേട്ടോ. ഞാൻ ഇവിടുത്തെ എന്താ പറയുക ബീഫിൻ്റെ ഫാനാണ്, ഇവിടുത്തെ കാട വരച്ചതിൻ്റെ ഫാനാണ്, ചെമ്മീൻ്റെ ഫാനാണ്. എനിക്ക് ഇവിടുത്തെ ഫുഡ് ഓൾമോസ്റ്റ് എല്ലാം ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഒരു ഫ്രണ്ട് കേട്ടോ ഇവിടുത്തെ തട്ടുകടനെ പറ്റി പറഞ്ഞത്. പിന്നെ ഞാൻ അങ്ങോട്ട് ഈ ഇവിടുത്തെ ഫുഡിൻ്റെ ഫാനായി. ആൻഡ് ചെമ്മീൻ കിട്ടിയാൽ അല്ലെങ്കിൽ എന്ത് ഫ്രൈഡ് ഐറ്റംസ് കിട്ടിയാലും നാരങ്ങ പിഴിഞ്ഞൊഴിക്കൽ അത് നിർബന്ധമാണ്. ഇനി ആ നാരങ്ങൻ്റെ ആത്മാവ് ഊരിയിരിക്കണവരെ ഞാനത് പിഴിഞ്ഞുകൊണ്ടിരുന്നു. നല്ല പൊട്ടും കറിയും ബീഫും ചെമ്മീനും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് ഒരു ചായയും കൂടിയും കുടിച്ചപ്പോൾ സംഭവം അങ്ങോട്ട് സെറ്റായി എന്ന് പറഞ്ഞാൽ വയറങ്ങോട്ട് ദമ്മായി. ഇനിയിപ്പോൾ തിരിച്ച് വീട്ടിൽ പോയിട്ട് വലിയ പണിയും കാര്യങ്ങളൊന്നുമില്ല. നാളത്തേക്കുള്ള വീഡിയോ സെറ്റാക്കണം. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ ഞാൻ ചെയ്തിരിക്കും. സീരീസ് കാണും, ബുക്ക് വായിക്കും, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. അപ്പം ഇത്രയേ ഉള്ളൂ.